അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ക്രിപ്പ് സെറ്റ് സീരീസിലെ പാർട്ട് 4 ആണിത്. അപ്പോൾ ഇന്ന് എന്ത് ചെയ്യാമെന്നിങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് എൻ്റെ കയ്യിലുള്ള കുറച്ച് ക്രിപ്പ് സെറ്റിൻ്റെ കാര്യം ഞാൻ ഓർത്തത്. അതായത് കഴിഞ്ഞ മുൻ വർഷങ്ങളിൽ നമ്മളിങ്ങനെ ക്രിപ്പ് സെറ്റ് വീട്ടിൽ പുൽക്കൂട് ചെയ്യാൻ വേണ്ടി അതിൻ്റെ കൂട്ടത്ത് വാങ്ങിയതാണ്. അപ്പോൾ അതൊക്കെ എടുത്ത് ഞാൻ പൊടിയൊക്കെ തട്ടി, കാരണം ആവശ്യത്തിൽ കൂടുതൽ പൊടിയുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയിട്ട് അതേപടി എടുത്ത് വച്ചതാണ്. പിന്നെ ഇപ്പോഴാണ് അതിനൊന്ന് പോയി തിരിഞ്ഞു നോക്കുന്നത്. അപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ പൊടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പൊടിയൊക്കെ തട്ടിക്കൊണ്ടിരുന്ന സമയത്താണ് നമുക്കിന്നുള്ള ക്രിപ്പ് സെറ്റ് സീരീസിൽ നമുക്കിന്ന് ഏഞ്ചൽ ചെയ്താൽ എന്താണെന്ന് വിചാരിച്ച് ഞാൻ അപ്പോഴും തന്നെ റൂമിൽ വന്നിരുന്ന് ഏഞ്ചൽ ചെയ്യാമെന്ന് ചെയ്തു. പക്ഷേ ഏഞ്ചലിൻ്റെ അത് നമ്മളെ ക്രിപ്പ് സെറ്റിലുള്ളതിനേക്കാളും ഒന്ന് മാറ്റി നല്ല രീതിയിൽ ചെയ്യണമെന്ന് വിചാരിച്ചു. പിൻട്രസ്റ്റിൽ പോയി ഒരു പിക്ചറൊക്കെ കണ്ടുപിടിച്ച് നേരെ അത് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പം നമ്മുടെ പിക്ചറൊക്കെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ പിക്ചറൊക്കെ എടുത്ത് നേരെ വന്നിരുന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് നമ്മുടെ ഏഞ്ചൽസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ്, അതായത് ഉണ്ണിയേശു ജനിക്കുന്ന സമയം തൊട്ട് തന്നെ മാതാവിൻ്റെ അടുത്ത് ഇങ്ങനൊരു മകൻ ജനിക്കുമെന്ന് ആദ്യം പറയുന്നത് ഒരു ഏഞ്ചലാണ്. പിന്നീട് മാതാവിന് പ്രത്യക്ഷപ്പെടുന്നുണ്ട് ദൂതൻ. പിന്നെ നമ്മുടെ ഉണ്ണിയേശു ജനിക്കുന്ന സമയത്തും അവിടെയും നമുക്ക് ദൂതന്മാരെ കാണാൻ കഴിയും. അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ വിഷയത്തിലോട്ട് വരാം. അപ്പോൾ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന ടൂൾസ് നിങ്ങൾ ശ്രദ്ധിച്ചാണ്. ഒരു ബാമ്പൂ സ്റ്റിക്കിൻ്റെ ആ ഷാർപ്പ് പോർഷനും പിന്നെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ബ്രഷും. ഫോം ക്ലേയുടെ ടൂൾസുമാണ് എൻ്റെ കയ്യിലുള്ള. പിന്നെ നിങ്ങൾ വിങ്സ് വെച്ചപ്പോൾ ശ്രദ്ധിച്ചാണ്, ഞാൻ പേപ്പറിൽ ട്രേസ് ഔട്ട് ചെയ്തിട്ടാണ് വിങ്സ് ചെയ്തെടുത്തതും പിന്നെ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നതും ഒക്കെ. അപ്പോൾ അതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെർഫെക്ഷനിൽ കിട്ടും നമ്മുടെ വിങ്സൊക്കെ. അപ്പം നിങ്ങൾക്ക് ഈ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റിൽ പറയണം. അതിപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇഷ്ടപ്പെട്ടാലും പറയണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട. നെക്സ്റ്റ് ക്രിപ്പ് സെറ്റിൽ ഏത് വേണമെന്ന് പറയാൻ മറക്കണ്ട. പിന്നെ കളർ ഏത് കൊടുക്കണമെന്നും കൂടെ കമൻറ്റിൽ പറയണേ.